ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ ഒരു കഷ്ടം. ഞാൻ രാവിലെ തന്നെ പീടിക തുറക്കാൻ വരുമ്പോൾ ആൾക്കാർ ചോദിക്കാം ലുല്ലുമാൾ തുറക്കാൻ പോവാണെന്ന്. ആ എന്താണ് ചെറിയ പീടിക, അതുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ് പോയിക്കോട്ടെ വിചാരിച്ചോളെ. പിന്നെ എന്താ പറയുക, ഞാൻ പീടിക നടത്തുന്നതെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കച്ചവടത്തിലൊന്നല്ല. നല്ല ആലോചനയ്ക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരൂ. ഒന്ന് ഞാൻ കാരണം മുടങ്ങിയാൽ അതൊരു സുഖമാണ്. കച്ചവടം ഇല്ലെങ്കിലും കല്യാണം മുടക്കാൻ കാര്യം. നമസ്കാരം. ആ എന്തേ? അതെ, ആ ഈ രാഘവന്റെ വീട്? ഈ രാഘവനാ? രാഘവൻ എന്നാണ് പേര്. ഇവിടെ രാഘവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് രാഘവന്മാരുണ്ട്. CK രാഘവൻ, PP രാഘവൻ. തട്ടാനാ? തട്ടാനൊന്നുമല്ല, ഒന്ന് കാണാനാ. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഈ തട്ടാൻ രാഘവനാണോ? ഒരു KK രാഘവനൊക്കെ ഉണ്ട്. ഓ, KK രാഘവൻ. ആ. കൊളങ്ങര രാഘവൻ. കൊരങ്ങ രാഘവനാ? കൊളങ്ങര രാഘവൻ, കൊരങ്ങനല്ല. കൊളങ്ങര രാഘവന്റെ എന്ത് കാര്യം? അതായത് കൊളങ്ങര രാഘവന്റെ മോളുണ്ടല്ലോ, മോള് രജനി. ആ രജനി. എന്റെ രതീഷ് മോൻ ആ ഒരു വിവാഹാലോചന ആയിട്ട് വന്നതാ? ആയിട്ട് വന്നതാ. ആ അങ്ങനെ പറയാ. അത് ശരി. എന്നിട്ട് കാണാൻ പോവല്ലേ? അതെ, ഞാൻ കാണാൻ പോവാണ്. ആ നല്ല കുഴപ്പമില്ല കുടുംബട്ടോ. കുഴപ്പം അങ്ങനെ പറയാ. അതെ, ആ നല്ല നല്ല കുടുംബമാണ്. 2 മക്കളാ. 2 മക്കളാ. രജനിയും പിന്നെ ഒരു ഷിംജിത്ത് എന്ന് പറഞ്ഞ ചെക്കുണ്ട്. അതെ അതെ, ഒരു സഹോദരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു സഹോദരനുണ്ട്. അവന് പിന്നെ നല്ല സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ്. രാവിലെ ഫുള്ള് ഹാഫ് പൈൻറ്റ് ഇതൊക്കെ വിൽക്കണ പണിയാണ്. ആ ഇപ്പം അടുത്ത് ചെറുങ്ങനെ ഒന്ന് പോലീസ് പിടിച്ചിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ഹാഫ് എന്ന് പറഞ്ഞാൽ മദ്യം വിൽക്കുക. അവൻ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ട് വിൽക്കൂ. ഈശ്വര, അപ്പം മദ്യം വിൽക്കലാണ് പണി ആങ്ങളക്ക്? മദ്യം വിൽക്കാൻ കഞ്ചാവ് തീർന്നു കഴിഞ്ഞാൽ മദ്യം വിൽക്കുക ചെയ്യുക. കഞ്ചാവ് വിൽപ്പനയുണ്ട്, മദ്യം വിൽപ്പനയുണ്ട്. ആ ചെറിയ തോതിൽ അങ്ങനത്തെ ഒന്നല്ല. പിന്നെ അങ്ങനെ അത്യാവശ്യം നന്നായി സ്പോർട്സ് മാൻ്റെ സീറ്റൊക്കെ ഉള്ള നല്ല ഓട്ടക്കാരനാണെന്ന്. ആ ഓടും, നല്ല സ്പോർട്സ് മാൻ. നന്നായിട്ട് ഓടും. നന്നായിട്ട് ഭയങ്കര ഓട്ടാ. ഓടിക്കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കിൽ പോലീസുകാർ ഓടും. എൻ്റെ കയ്യാലെ പിടിക്കാൻ കഞ്ചാവായിട്ട് ഓടുമല്ലേ. ഈശ്വര, അപ്പൊ കഞ്ചാവും മദ്യ വിൽപ്പനയും. പിന്നെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. പെൺകുട്ടി ഡീസൻ്റാ. പെൺകുട്ടി ഇമ്പക്ക് അത് നോക്കിയാൽ മതിയല്ലോ. സമാധാനായി. കാരണം എന്താ അറിയോ, ഇപ്പൊ പെൺകുട്ടിയെ കിട്ടാൻ ഭയങ്കര പാടാണ്. നല്ല കുട്ടിയാ. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചാണ്. നല്ലതാണ്, കുടുംബം പ്രശ്നമില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു 1.5 മാസം ഇവിടെ ഇല്ലേനോളൂ. 1.5 മാസം ഓള് എന്തോ ടൂറ് പോയതേ. ഓ, ഇപ്പൊ കോളേജിൽ നിന്നൊക്കെ കമ്പനി ആയിട്ട് ടൂർ പോകുമല്ലോ, പഠിക്കാനല്ല. കമ്പനി ആയിട്ടല്ല, 2 ആളുള്ളൂ. ഓളും പിന്നെ വേറെ ചങ്ങായി. 2 ആളാ? ആ, ഓളും പിന്നെ വേറെ ചങ്ങായിന്റെ കൂടെ സമതായിട്ട്. സമ്മതത്തോടെ പോയതാണ്? അല്ല, സമ്മതത്തോടെ അല്ല, സമ്മത് എന്ന് പറഞ്ഞ ചങ്ങായിന്റെ കൂടെ പോയതാ. ഓ ശരി, രജനിയുടെ ആങ്ങളെയാണല്ലോ ഈ സമത്. രജനീന്റെ ആങ്ങളെ എങ്ങനെയാന്ന് സമതാവുക? അല്ലേ? രജനീന്റെ ആങ്ങളെ ഷിംജിത്തല്ലേ? ഓ, ഷിംജിത്ത്. ഓളെ ലവ്വിന്റെ ചങ്ങായിട്ട് പോയി 1.5 മാസം കഴിഞ്ഞു. പക്ഷെ ഓള് സ്വസ്ഥമായിട്ട് ഇവിടെ തിരിച്ചെത്തി. നമുക്ക് അതാണല്ലോ നോക്കണ്ടേ. കുട്ടി വന്നല്ലോ. കുട്ടി വന്നു. ആ, പക്ഷേ പിന്നെ വേറെ വെച്ചാൽ കുറച്ച് കാലത്തേക്ക് ഇളകരുതെന്ന് പറഞ്ഞു. ഇളകരുതെന്ന് പറഞ്ഞു? ആ, അപ്പൊ കുട്ടിയോട് ഇളകരുതെന്ന് പറഞ്ഞു? അവളോടൊന്ന് ഇളകരുത്. എന്തോ ഒരു വികസനോ വയറിന് എന്തോ ഒരു വികസനം. വയറ്? ഓ, ടൂറൊക്കെ പോയതല്ലേ, ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറോ എന്തോ പറ്റിയുണ്ടാവും. ആ, അതുണ്ടാവും. ഇനി 10 മാസം കഴിഞ്ഞാലാണ് ആ വികസനം തീരുള്ളൂ എന്ന് പറഞ്ഞു. 10 മാസം കഴിഞ്ഞാൽ ആ വികസനം കഴിയുമല്ലോ. അപ്പം പിന്നെ നോർമലാവും, പഴയ മാതിരി തന്നെ ആവും. പഴയ മാതിരി തന്നെ ആവും എന്ന് പറഞ്ഞാല്? അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു ഗർഭമുണ്ട് തന്നെ. ഈശ്വര, അപ്പം കുടുംബം മൊത്തം മോശമാണ്, അബദ്ധാണ്. അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് അലുവയും കായർത്തൊക്കെ അവിടെ നിന്ന് മേടിച്ച് പോയി വീട് കണ്ടുവരി. ആ, ഞാനേ അലുവയും കായും ഒക്കെ ആയിട്ട് വേഗം വരാം. എന്നിട്ട് പോയിട്ടേ പള്ള കാണാൻ പോവാം. പോയിക്കോട്ടെ അവിടുന്ന്. പിന്നെ വളരെ സന്തോഷമുണ്ട് പറഞ്ഞു തന്നില്ല. ആ, ഓ ആയിക്കോട്ടെ, എന്നാ ശരി. പോയിക്കോളിട്ടാ. ഓ, ഇനി ഭാഗത്തില്ല. കച്ചവടം നടന്നില്ലെങ്കിൽ എന്താ, രാവിലെ തന്നെ 3000 താർപ്പായകൾ വന്ന എന്താ സുഖം. ഇന്ന് ഞാൻ തന്നെ കുത്തിച്ചാവും. അമ്മ മോനെ, കല്യാണം മുടക്കണം. ഇങ്ങനെയൊക്കെയാ മുടക്കണ്ടേ. രാവിലെ തന്നെ പീടിക തുറന്നില്ല. ആളല്ല പറഞ്ഞ എലിയ പഞ്ഞായിരുന്നു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം അല്ല, ഫുട്ബോൾ കളിക്കുക?
എലീന്ന് ചീലി കഴിച്ചോ? അല്ല ബ്രസീല്. ഏ? ഈ ആരാ? എന്നെ മനസ്സിലായില്ല. ഏടാ ഈ എന്നേ വന്ന് ഞാനെന്താ വന്ന്? എന്നെ കണ്ടിട്ട് മനസ്സിലായി കേട്ടോ. അയ്യോ, എനിക്കിങ്ങളെ മനസ്സിലാവാണ്ടിരിക്കൂലല്ലോ. ഈ ഇപ്പൊ എവിടെയാ? ഞാൻ ദുബായിലല്ലേ. അല്ലേ? ദുബായിൽ എന്താ പണി? എനിക്ക് അവിടെ അറബീനെ കറക്കല. അറബി എന്താ ഒട്ടോ കറക്കാൻ? ആ കറക്കലല്ല നീ വണ്ടിയിലൊക്കെ അറബീനെ ഇങ്ങനെ ചുറ്റി അരച്ച് ഇങ്ങനെ കൊണ്ടെടുക്ക. ഡ്രൈവർ പണി. എന്താ ഇവർ പണി എന്താ മോശ? അല്ല മോശമായിട്ടല്ലേ എവിടെയും കുത്തിയാ ചത്തുപോയില്ലേ? നാക്ക് എന്തായാലും മാറ്റം ഒരു മാറ്റം ഇല്ലാത്ത തന്നെ കേട്ടോ. അല്ല എന്നിട്ട് എന്തൊക്കെയാണ്? സുഖം തന്നെ അല്ലേ? എനിക്ക് പരമ സുഖം ആണല്ലേ? കാരണം ഇവിടെ 5-8 കല്യാണം മുടങ്ങിയതിന് ശേഷം നാട് വിട്ടതാണല്ലോ ഞാൻ ദുബായിലേക്ക്. ഈ അത് മനസ്സിൽ വെച്ചെടുക്കുക. എനിക്ക് വേറെന്താ മനസ്സിൽ വെക്കാനുള്ളത്? എന്തായാലും ഞാൻ നിങ്ങളെ മറക്കൂല. ഞാൻ 3 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. എന്തായാലും നിങ്ങളെ കണ്ടിട്ട് പോളൊന്ന് ഉറപ്പിച്ചതാ. എന്തേ? നിങ്ങൾക്കൊരു സമ്മാനമായിട്ടല്ലേ വന്ന്? ഇരിക്കോ? പിന്നെ എന്താണ് അടിപൊളി കൂളിംഗ് ഗ്ലാസ് നോക്കിയാട്ടെ. വയസ്സ് കാലത്ത് എന്തിനാണ്ടാക്കി കൂളിംഗ് ഗ്ലാസ്? ചക്കന്മാര് കണ്ട അടിച്ചോണ്ട് പോവും. ഇതിനവിടെ 2000 ദിർഹം വില ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ദിർഹം? ഇവിടെ ദിർഹ പൈസ അല്ലേ? എത്ര പൈസ ഉണ്ടോ? ഇവിടെ 36,000 റുപ്യെങ്കിലും ഉണ്ടാവും. ഇതിനോ? പിന്നെ ചില്ലറക്കാരനെറ്റാണത്. 36,000 റുപ്യ ആന്ന്. ഏടാ മക്കളൊന്നും കാണണ്ട, അടിച്ചോണ്ട് പോകും. ആലോചിച്ചിട്ട് കൊണ്ടോന്നല്ലടാ. ഞാൻ നിങ്ങളെ മറക്കൂല. മറക്കൂല. എനിക്ക് നന്ദി ഉണ്ടടാ. പിന്നെ ഞാൻ എന്തായാലും കാണിക്കുന്നത്. പിന്നെന്താ, ഞാൻ പീടിയപ്പോ തുറന്നിട്ട് കുറച്ചും കൂടി വെള്ളം കൊണ്ടുവരാണ്ട്. ഉണ്ടോ? എന്നാ പണിയെടുക്കട്ടെ. ഞാൻ അപ്പൊ വരാം. ആയിക്കോട്ടെ. എന്നെ മറക്കൂലടാ. പണി കൊടുക്കാണ്ട് എന്നാ മതി. കല്യാണമൊക്കെ മുടക്കണേ പറയണേ. നീ എന്തോന്ന് ഗൾഫിൽ നിന്ന്? ഞാൻ 3 ദിവസമായിട്ടുള്ളൂ. എന്റെ കൂട്ടുകാരോടാണ് നീ ഒരു മൈൻഡ് ഇല്ലല്ലോടാ. അയ്യോ, ഞാൻ പിന്നെന്താ കാര്യമായിട്ടുള്ളത് പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്ത്. എന്നാലും നീ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്നിട്ട് ഭയങ്കര മോശം. ഇവിടെ നിന്റെ എത്ര കല്യാണം മുടക്കിയ ആളാടാ പുള്ളി. 5-8 കല്യാണം ഞാൻ എന്റെ അറിവിൽ തന്നെ മുടക്കിയിട്ടുണ്ട് പുള്ളി. ആണല്ലേ? ആ. എന്നിട്ട് നീ വന്നിട്ട് 2000 ദിർഹത്തിന്റെ കൂളിംഗ് ഗ്ലാസ് പുള്ളിക്ക് കൊടുത്തു. ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. 2000 ദിർഹത്തിന്റെ കൂളിംഗ് ഗ്ലാസ് പുള്ളിക്ക് കൊടുത്തില്ലേ? കൊടുത്തില്ലേ? ആ ഗ്ലാസിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? എന്ത് പ്രത്യേകത? ഈ ഗ്ലാസ് എന്ന് പറഞ്ഞ സാധാരണ ഗ്ലാസ് അല്ല. ഇതങ്ങോട്ട് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദേഷ്യം പിടിക്കും. ചുമ്മാരി തന്നെ ഞാൻ അനുഭവിച്ചല്ലത്. ഇതങ്ങോട്ട് ഊരി എടുത്തു കഴിഞ്ഞാൽ നോർമലാവും. ആണോ? പണി കാണാം. എനിക്ക് വേണ്ട ഗ്ലാസ്. നിങ്ങൾ കണ്ടു നോക്ക്. ആള് ഇതുകൊണ്ട് അനുഭവിക്കുന്നത്. നിന്റെ 5-8 കല്യാണം പഠിക്കല്ലേ? അതെ അതെ അതെ. നമുക്ക് പശുമ്പാലില്ലേ? നല്ലൊരു പണി തന്നെ കൊടുത്തു. പിന്നല്ലാണ്ട് എന്തായാലും വേണ്ടില്ല. ഓ, ഇത് വീടുത്തെ പീടിയ ഇവിടെ എവിടെയും വെള്ളം കിട്ടാനില്ല. എന്നിട്ട് ഞങ്ങൾക്ക് പണ്ടാറടങ്ങല്ലോ. നായരേ നമസ്കാരം, ഞാൻ വന്നിട്ടുണ്ടേ. ഇറക്കാൻ വന്നായിരിക്കും. അല്ല പിരിവ് ഇതാണല്ലോ തകരാറ്. ഞാൻ ആരാ? നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളാരാന്ന്? അതെല്ലാം ഞാൻ ഈ നാട്ടിലെ ആരാ? അമ്പലത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റീന്റെ പ്രസിഡന്റ് അല്ലേ? എല്ലാ വർഷവും ഉത്സവമാവുന്ന സമയത്ത് സംഭാവനയും ചോദിച്ച് ഞാൻ ഇങ്ങനെ വരും. ഈ വരുന്ന സമയത്ത് അത് ഇറക്കാൻ വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? ഇന്നാണെങ്കിൽ വല്ലാത്തൊരു തിരക്കുള്ള ദിവസാ. എന്തേ? സ്വർണ്ണ പ്രശ്നം. ഇന്നാണ് അമ്പലത്തിൽ സ്വർണ്ണ പ്രശ്നം? അമ്പലത്തിലല്ലാന്ന്, ഭാര്യന്റെ അനിയത്തിന്റെ സ്വർണം പണയം വെച്ചിട്ട് എടുത്തു കൊടുത്തില്ല. ഭയങ്കര പ്രശ്നം. ഇനിയിപ്പോ ഉത്സവം കഴിഞ്ഞിട്ട് വേണം അതൊന്നായിട്ട് അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ. ഉത്സവം കഴിഞ്ഞിട്ടോ? ഈ തിരക്കൊക്കെ ഒന്ന് കഴിയണ്ടേ നായരെ? അല്ല, പറമ്പിൽ തേങ്ങ വലിക്കാൻ ആളെ കിട്ടിയില്ല അല്ലേ? ഇല്ലാന്ന് എനിക്ക് തോന്നി. എന്ത്? ഞാൻ ഇന്നലെ നിങ്ങളെ പറമ്പിന്റെ മുമ്പ് കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവാ. വെറുതെ നിങ്ങളെ തെങ്ങിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കിയാ എത്രയാ തേങ്ങ. തെങ്ങിന്റെ മുകളിൽ പിന്നെ ആപ്പിൾ ഉണ്ടാവില്ല. നിങ്ങള് രാവിലെ തന്നെ കൊളുത്ത് വർത്താനം പറയില്ല നായരെ. പേടിക്കേണ്ട കാര്യമില്ല. നാളെ രാവിലെ കമ്മിറ്റിന്ന് ആള് വരും തേങ്ങയുടെ. എന്റെ പറമ്പിലെ തേങ്ങടാൻ തന്നെ കമ്മിറ്റിക്കാർ വരുന്നത്. ഇന്നലെ അമ്പലത്തില് ഉത്സവാഘോഷത്തിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നല്ലോ. അപ്പൊ 7 ദിവസത്തെ ഉത്സവം, ഗാനമേള, മിമിക്രി, കഥാപ്രസംഗം, ജാക്യാർകൂത്ത്, എല്ലാ പരിപാടി ഉണ്ട്. മാത്രല്ല 7 ദിവസം സമൂഹ സദ്യ, അന്നദാനം. അപ്പൊ അന്നദാനത്തിന് കുറെ സാധനങ്ങൾ വേണമല്ലോ. അരി, പയറ്, പാല്, പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ ഇങ്ങനെ ഓരോ സാധനം വരിക. തേങ്ങേന്റെ കാര്യം വന്നപ്പോ ഞാൻ പറഞ്ഞു അതിനി ആരോടും ചോദിക്കണ്ട, നായര പറമ്പിൽ ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. അപ്പൊ നാളെ രാവിലെ പറമ്പിൽ തേങ്ങയിടാൻ ആള് വരും. ഇനി ഒരു മുടക്കം പറയണ്ട, കുറച്ച് തേങ്ങ അമ്പലത്തിന് വേണ്ടി തരണം. അല്ല, നിങ്ങൾ പറഞ്ഞില്ല അതിനാത്രം തേങ്ങ ഒന്നുമില്ല. എല്ലാ തെങ്ങിനെ കംപ്ലീറ്റ് മണ്ടിയാ. അത് നിങ്ങൾ 6 തേങ്ങ എടുത്തോളി. ഉണ്ടായിട്ട് തരികയല്ല. 6 തേങ്ങ എന്നോട് ഇറക്കാൻ വന്നാണ്ടാ ഞാൻ? എന്റെ ഭാര്യന്റെ സ്വർണ്ണം നല്ലോണം ചോദിച്ച തേങ്ങ അല്ലേ?
ഒരു നാട്ടിൽ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ അന്നദാനത്തിന് കുറച്ച് തേങ്ങ വെക്കണമായിട്ട് ഒരുപാട് ചെറ്റ വർത്താനം പറയാ. ഞാൻ ഈ നാട്ടിൽ അമ്പല കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് എത്ര വർഷമായി? ഇന്ന് വരെ നിങ്ങൾ എന്നോട് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്നോട് ആർക്കെങ്കിലും ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല. ഞാൻ അവനോട് അവന്റെ ഭാര്യന്റെ കെട്ടുതാലി ഊരി തരാനാണോ പറഞ്ഞത്? ആണോ? അതല്ലല്ലോ ഞാൻ അവനോട് പറഞ്ഞില്ലേ അല്ലേ? ഓന്റെ പറമ്പില് ആർക്കും വേണ്ടാണ്ട് വീട് നടക്കുന്ന കുറച്ച് നാളികാരം ചോദിക്കുമ്പോ ചെറ്റ വർത്താനം. അന്നദാനം മഹാദാനം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നദാനം മഹാദാനം അല്ല ആളുകൾ ഇപ്പൊ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതവിടെ കേട്ടെ, അന്നദാനം മഹാദാനം ഈ എന്തൊക്കെയാ വിളിച്ചെറിഞ്ഞപ്പോ? ഞാനോ? ഈ എന്തിട്ടാണ്ട് ആ കളുതേ എന്തൊക്കെയാ വിളിച്ചെറിഞ്ഞ എടാ പോടാന്നൊക്കെ വിളിക്കാൻ പിരിവിന് വരുമ്പോ? ഞാനോ? പിന്നെ ആര്? ഞാൻ ഈ നാട്ടിൽ ആരോടെങ്കിലും മുഖം കറുപ്പിച്ച് വർത്താനം പറയും നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഇന്ന് എത്ര കൊല്ലായി കാണാൻ തുടങ്ങി? പിന്നെ ഞാൻ എന്റെ മുഖത്ത് പെയിന്റ് അടിച്ചിട്ട് നിങ്ങളോടാ പറയല്? നായരിങ്ങക്ക് എന്താ പറ്റി? നിങ്ങളൊരു കാര്യം ആലോചിച്ചു. നിങ്ങൾ ഈ തേങ്ങ കൊണ്ട് അരച്ച കറിയൊക്കെ അന്നദാനത്തിന് കഴിച്ച് ആളുകൾ വീട്ടിലേക്ക് പോകുമ്പോ എന്താ പറയാ? തേങ്ങ വാസുണ്യാരെ പറമ്പെന്നാ. ആർക്കാ അതിന്റെ പുണ്യം? അല്ല പുണ്യം അവിടെ കേട്ടെ, എനിക്ക് കൂടി മസ്തിഷ്കം തിരിഞ്ഞേ എന്തൊക്കെയോ. ഒന്നും പേടിക്കേണ്ട കാര്യം, ഒക്കെ ശരിയാവും. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാ. പിന്നെ ആ തെങ്ങിൻ തോപ്പിന്റെ ഇടയിൽ കുറെ വാഴ കൊലച്ച് നിക്കണ്ടല്ലോ. ഓ അതും കണ്ട കേപ്പ കൂടെ. ഒരു 5 കൊല കമ്മിറ്റിക്ക് തരണം. ഇനിയും കൂടി അങ്ങോട്ട് കൊന്നാള്. എന്തിനാ? 6 കൊലയാക്കാം. എന്ത് വർത്താനാണ് നായരങ്ങളി പറയണത്? ഈ കൊല കിട്ടിക്കഴിഞ്ഞാൽ നമ്മക്കത് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാലോ. ഈ സാമ്പാറിൽ കൊല ഇങ്ങനെ മുക്കല? അതല്ലാന്ന്. ഈ കൊല കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിയലിലേക്ക് എടുക്കാം, അങ്ങനെ പല പല കറികളിലേക്ക് എടുക്കാലോ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ അതിനല്ല വന്നത്. പിന്നെ ഞാൻ എല്ലാ കൊല്ലവും വരുന്ന സമയത്ത് നായര് പൈസ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരലുണ്ട്. ഇപ്രാവശ്യം ഇപ്പോ ഈ അറിയാലോ നോട്ട് നിരോധനമൊക്കെ കഴിഞ്ഞ് കമ്മിറ്റി ഒന്ന് നടു നിവർത്തി വരിക. എത്ര എഴുതണ്ട് പറയും? അതിനകത്ത് ഞാൻ ഈ ചന്തയിൽ എന്നാലും പറ നായര്, ഇപ്രാവശ്യം എത്ര എഴുതണ്ട്? ഇത് ചന്തയിൽ പോകാൻ വേണ്ടി പൊതിഞ്ഞു വെച്ച പൈസ. എന്നാലും പറ നായര്. കാര്യം ചെയ്ത് 20 ഉറുപ്പ്യ. ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ 20 ഉറുപ്പ്യ എവിടേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ പോണ്? ചത്ത ഞാൻ കൊണ്ടുപോകില്ല. ഇത് കൊണ്ടുപോകും പൊഞ്ഞട്ടിയിൽ ഏറപ്പ ജാതി എന്താണ് മനസ്സിലാക്കി? എടാ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സിലാണ്. ഇങ്ങോട്ട് പറയാം എങ്ങനെ പോണേ? കൂമൻ നോക്കണമാതിരി നോക്കാണോ? ഓനൊരു പീടിയുണ്ട്, കുറെ പറമ്പുണ്ട്, വീടിന്റെ സ്വത്തുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നു അന്നോടല്ല അന്റെ വല്യച്ഛൻ്റെ അടുത്ത് വാങ്ങാൻ എനിക്കറിയാം. ഇത് എത്രയപ്പത് പൈസ? ഇതെന്താ കഥ നായര്? 1500 രൂപ. അത് ഇതിനോട് വാരിയതല്ലോ. ഞാനോ? പിന്നെ ആരെന്റെ മുത്തപ്പനോ? അല്ല സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 50 റുപ്യ 100 റുപ്യ ഒക്കെ അല്ലേ തരിക? ഇത് 1500 റുപ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സംഭവം എനിക്ക് മനസ്സിലായി. ദേവി തോന്നിപ്പിച്ച ഈ കയ്യിൽ നിന്ന് വാരി എന്നിട്ട് ദേവിക്ക് കുറ്റു. കുറ്റല്ലല്ലോ, ഇത് ദേവി തോന്നിപ്പിക്കണല്ലേ, നല്ല കാര്യല്ലേ. ഇങ്ങനെ ഒരു 10 ആള് തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉത്സവം നടത്താം. പിന്നെ ഞാൻ അങ്ങോട്ട് പോവാണ്. അവിടെ ഒരുപാട് തിരക്കൊക്കെ ആണല്ലോ. നമ്മളെ ഭാര്യനെ നേരത്തെ കാലത്ത് അങ്ങോട്ട് പറഞ്ഞേക്കാം. നമ്മളെ ഭാര്യ അതങ്ങനെ ഇയാളെ ഭാര്യ തന്നെ അവിടേക്ക് പറഞ്ഞേക്കണോ? എന്ത്? അരക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അരക്കല് മനസ്സിലായി, പിടിക്കല് മനസ്സിലായില്ല. എന്റെ നായരെ, ഞാനൊരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാണ് നായരെ. ഈ ഗാനമേളക്കാർക്ക് ചോറ് കൊടുക്കാനൊക്കെ മാതൃസമിതിന്റെ ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ മറക്കണ്ട, ഞാൻ പോവാണ്. വാഴയിലേയും കൂടെ വെട്ടും സദ്യക്ക് വേണ്ടി. വാഴന്നെ പൊരിച്ചുണ്ടായിരിക്കും. ഞാനൊരു മുടക്കം പറയണ്ട, ദേവീ കോപം ഉണ്ടാവണ്ട. മംഗളം ഭവിക്കട്ടെ. ഇനി എന്ത് മംഗളം? ഉള്ളത് കംപ്ലീറ്റ് അങ്ങനെ നശിപ്പിച്ച് പോയിങ്ങാണ്ട് മംഗളം ഇതിന്റെ വീടിന്റെ മൂലോടുണ്ടാവും. അത് 2 ഓണം കൊണ്ട് എടുത്ത് കൊണ്ടുപോയി അതിന്റെ കൂടെ പണ്ടാൽ അടക്കി പോട്ടെ കുരുപ്പ. എന്തൊരു കഥയാണ്. രാവിലെ തന്നെ എന്തൊരു ചൂടാണോ! അല്ല ഈ കർക്കിടക മാസമായാലും ഇമ്മാതിരി ചൂട് എന്ന് പറഞ്ഞാലേ. ഇന്നലെ നല്ല വെള്ളം ഇല്ലേ? ആർക്ക് ചൂട് എന്ന് പറയുന്നത്? എന്ത് വെള്ളം? പിന്നെ മഴക്കാലത്ത് ചൂടോ? അല്ല അതല്ല, ഞാൻ ഈ പ്രകൃതി സംരക്ഷണ വകുപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ ചൂട് കണ്ടുപിടിച്ചത്. അല്ല ചൂടിന്റെ ക്ലാസ് എടുക്കാൻ വന്നു. ഞാനൊരു ഗാന്ധിയനാണ് ബോസേ. അതിന് ഞാൻ ഇവിടെ ഉപ്പ് സത്യാഗ്രഹം ചെയ്യണോ ബോസേ? വേണ്ട ബോസേ, ഞാൻ എന്റെ മോനെ വിളിക്കുന്നവരെ വിളിച്ചു പോയാ. എന്താ തണുത്ത വെള്ളം ഉണ്ടോ? തണുത്ത വെള്ളം ഉണ്ടോ കുടിക്കാൻ? തണുത്ത വെള്ളം ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പെപ്സി, മെറിന്റെ, കൊക്കക്കോല, പിന്നെ ചിക്കു, ഫ്രൂട്ടി എന്നീ സാധനങ്ങളൊന്നും ഞാൻ വിൽക്കൂല. ഇവിടെ ഇല്ലാത്ത സാധനം പിന്നെ എനിക്ക് പറയണോ? പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറയണ്ടേ? നാരങ്ങ വെള്ളം നോട്ടല്ലേ? നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ഞാൻ തരാം. എന്തൊരു ചൂടാണോ! ചൂടിപ്പം ഇറങ്ങാൻ കഴിയില്ല. കത്തിയാണ്. പിഞ്ഞോട് പിഞ്ഞോട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിയ്യാനൊന്നും പറ്റൂല. അത് എന്താ ഷോക്ക് അടിക്കണ്ടോ? ഹലോ, എന്താ ഷോക്ക് അടിക്കണ്ട്? അല്ല ഉണക്ക നാരങ്ങ പിഴിഞ്ഞിട്ട് നീരിട്ടില്ലടോ. അന്നെ എന്നാ കാലോട്ട് ചവിട്ടി പിഴിഞ്ഞാളാ. ഞാനെന്താ ഗുരുക്കളോ ചവിട്ടി പിഴിയായി? കിട്ടണ്ടേ? ഇതിപ്പോ ഒന്ന് കിട്ടുമോ? എന്താണ് മതി.
എന്നാ അപ്പം എനിക്ക് ഇവിടെ കുറ്റം നല്ല അങ്ങോട്ട് കലക്കിക്കോ. അതാ വേഗം ഒഴിച്ചൂട്. അതാണ് ദാഹിച്ചിട്ടേ അവിടെ. അതെന്താ എന്താ പറയാ, ഇത് ഈ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സ്പൂണില്ല, അതുകൊണ്ടാട്ടോ. കുടിച്ചോടി. വിരലിട്ടളക്കാൻ ഞാൻ നന്നായി. അല്ല അങ്ങനെ വെള്ളം നല്ലതല്ലേ അല്ലേ? ചോയണ്ടൊന്നുമില്ലല്ലോ. ലേശം പുളി അധിക. പുളി അതിൻ്റെ അല്ല, ആ ബക്കറ്റിൽ തരാറാ. അതാ. ഞാൻ അത് കക്കൂസ് കൊണ്ടുപോകണം ബക്കറ്റിൽ. എന്റെ എന്ത് വൃത്തിയാടാ കാണിക്കുന്നത്. കക്കൂസ് കൊണ്ടുള്ള ബക്കറ്റിൽ വെള്ളം കൊണ്ട് കൊടുക്കണ. അത് ഞാൻ അതുകൊണ്ടല്ല, ഇത് അവിടെ വേസ്റ്റ് വാട്ടർ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് വെക്കണേ. അത് ഒഴിക്കാൻ വേണ്ടി ബക്കറ്റ് അടുക്കല്. അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ദിനാ. അതാ നല്ലേ. അതല്ല ആളെ മനസ്സിലായില്ല, എന്തേ കാര്യോ? ആ ഞാൻ കണ്ടിയിൽ വാസുണ്ണയുടെ വീട് അന്വേഷിച്ച് വന്നതാ. എന്റെ പേര് മാധവൻ നായര്. മാധവൻ നായര്. കൂടെ ഉണക്കല് ചുട്ടമായിരുണ്ടല്ലോ. ഒരു നായര ലുക്കില്ല, അതുകൊണ്ട് ചോദിച്ചാ. അല്ല എന്താ കാര്യം? ഞാനേ കണ്ടിയിൽ വാസുണ്ണയുടെ വീട് അന്വേഷിച്ച് വന്ന. ഇരിക്കേ. കണ്ടിയിൽ വാസുണ്ണ അതേതാണ് ചെറ്റ? അതെ, ഞാനിവിടെ കടയിൽ ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചത് അതേതാ ചെറ്റാന്ന്. അത് ഞാനാണ്. ഓയ്യോ തിരക്കിൽ മാറിപ്പോയി. എന്താ പോട്ടെ. എന്റെ മൂന്നാമത്തെ മോനുണ്ടല്ലോ കുഞ്ഞുട്ടൻ, അവൻ പെണ്ണ് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അത് അവിടെ നിന്നോട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച പെണ്ണ് കാണാൻ വന്നിട്ട് എവിടെ? പാറൂനെ. എന്റെ മകള് പാർവതി. നിങ്ങളെ മകളെ പാറൂനെ പെണ്ണ് കാണാൻ വന്നിരുന്നു. നിങ്ങളെ മകൻ? അതെ, കുഞ്ഞുട്ടൻ. അങ്ങനെ വരട്ടെ. അവര് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മോതിരൊക്കെ മാറിയതാണല്ലോ. പക്ഷെ അതല്ലല്ലോ അതിന്റെ മര്യാദ. അത് സത്യം. നമ്മുടെ മുതിർന്നവര് തമ്മിൽ കണ്ട നായരെ വേണം വേണം കണ്ട് സംസാരിക്കണ്ടേ നായരെ. നായർ എന്തിനാണ് നായർ കൂടുതൽ? അല്ല, ഞാനൊരു ഒരു നായർ മതി. ആ കണ്ട് സംസാരിക്കണ്ടേ ഒരു നായരെ. നിങ്ങളെന്ത് ചെറ്റ വർത്താനം, ഒരാളെ നായരെ വിളിച്ചാ മതി. മനസ്സിലായി? അതല്ല മോനെ എവിടെയാ പണിന്ന് പറഞ്ഞത്? മോൻ ചൈനയിലല്ലേ? തന്നെയോ? ആ ചൈനയിലാ ജോലി? ആ ചൈനയിലാ. ചൈനയിൽ എവിടെ? ചൈനയുടെ നടുക്ക്. 3 വർഷമായി ചൈനയുടെ നടുക്ക. ഓഹോ. ആ അതെന്താണ് ചെറ്റ ചൈനയുടെ സൈഡിൽ നിന്നാല്? അതെന്താ ചൈനയുടെ സൈഡിൽ നിന്നാൽ ചെറ്റ്? എന്റെ മോൻ ചൈനയിലോ ജപ്പാനിലോ ആണ് പറ്റി വിചാരിച്ചത്. ഞാൻ ദേഷ്യം വിളിച്ച എന്നെ കുത്തിക്കൊല്ലും, മനസ്സിലായടാ? ശവം കുളിപ്പിച്ച മാതിരി രാഹുൽ തന്നെ ഇന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഉളുപ്പില്ലാത്ത പറയും പോടാ. അപ്പൊ നല്ല ജോലി ആയിരിക്കൂലേ? നല്ല ജോലി ആയിരിക്കൂലേ മോന്? എന്തേ ഇങ്ങോട്ട് വരി, ഇരിക്കി. നല്ല ജോലി ആയിരിക്കൂലേ മോന്? ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ആര്? നിങ്ങള്. എന്ത് പറ്റി? ഏയ് ഇപ്പൊ ഇറങ്ങി പോടാ ചെറ്റ് കുരിപ്പേന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാനോ? ആ നിങ്ങക്ക് തോന്നിയതായിരിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ. അയ്യയ്യോ നിങ്ങക്ക് അത്തും ബുദ്ധിയല്ലേ? ആർക്കാ അവിടെ കത്തിക്കുത്ത്? കത്തിക്കുത്തല്ല, നിങ്ങൾക്ക് വയസ്സായി വരല്ലേ. ആ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ, ഉണ്ടാവും. ചിലപ്പോ തോന്നിയതായിരിക്കും. ഇതേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ സംസാരിക്കണം. വേണ്ട, വീട്ടിൽ പോയിട്ട് ഉള്ള ചായയോ കാപ്പിയോ കുടിച്ചുകൊണ്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യമാണോ നായരെ? അല്ല 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 അല്ല, അങ്ങോട്ട് വരിക. അപ്പോഴേ വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാവൂല. വേണ്ട. അതെ, നമ്മള് കുടുംബക്കാരാവാൻ പോവാ. അതെ അതെ അതെ, നന്നായിട്ടുണ്ടായിക്കോട്ടെ. ഓ വരിക അങ്ങോട്ട്. എങ്ങോട്ട് നടക്കാനാ? എങ്ങോട്ടാ നടക്കുന്നത്? നാളെ എന്റെ വീട്ടിൽ വെച്ചിട്ട് അങ്ങോട്ട് നടക്കാൻ നോക്കിയാണ്. ഉളുപ്പ് വേണടാ, മനുഷ്യനാണെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താണ് ചവിട്ടിയ കൂട്ടുകാരുടെ ഇറങ്ങി പോടാ വീടിന് പോകുന്നത്. ഈ എന്നിട്ടാണ് പ്രാന്തായ കളിക്കുന്നത്. ഇറങ്ങി പോടാ, എന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വരൂ, ഏയ് വരൂ, വീട്ടിൽ പോവാ. ഞാനോ? ആ എന്ത് പറ്റി? നമ്മള് രണ്ടാളല്ലേ പ്രേതം ഉണ്ടോ അതിന്റെ ഉള്ളില്? എന്ത്? വരൂ. ഇല്ല ഇല്ല, എന്നെ കൊണ്ടോണ്ട. അയ്യേ ഇതെന്താ? ഞാനാ വിളിക്കുന്നത്. വരൂ, ഇങ്ങോട്ട് വരൂ, വരൂ. എന്തിനാ വെറുതെ? ഞാനാ വിളിക്കുന്നത്. ഇനിയേ നിങ്ങളെ പിടിത്തം വിടൂല, അങ്ങോട്ട് വരി.
വരി നല്ല ബിരിയാണി തന്നെ ഉണ്ടാക്കാം വരി. ഞാൻ ചത്തു ഒഞ്ഞി ചങ്ങായി. വരൂ ഏ, വരൂ വരൂ Nimda, zingenim simba simba repose. പട്ടിയെ ഇതെന്തിനാ മുണ്ട് ഇതെന്തിനാ മുണ്ട് ചാപ്പാനെ കുളിപ്പിക്കാൻ തെണ്ടിയെ മോൻ എന്റെ മോളെ വേണ്ട പന്നിയെ. എന്ത് പറ്റി എന്ത് പറ്റി? പ്രാന്താ പിടിച്ചോ? വരൂ ആ പോത്ത് വിളിക്കാ. വരൂ വരൂ ചോദി തിന്ന ബിരിയാണി നക്ക പന്നിയെ. വരൂ പോത്ത് പിന്നെ വിളിച്ചേ. വരൂ വരൂ പോത്ത് എന്നാ ചെറ്റേ. പോവല്ലി വരൂ പോടാ കോന്തനായരെ. ആടുതാമ വരൂ. അയ്യോ എന്റെ മോളെ കല്യാണം മുടങ്ങിയല്ലോ. ഒരു ദുഃഖം. എന്റെ മോളെ കല്യാണം മുടങ്ങി ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കല. നിങ്ങളെ മോളെ കല്യാണം മുടങ്ങിയപ്പോ നിങ്ങൾക്ക് ഭയങ്കര ദുഃഖം ഉണ്ടല്ലേ? ഇന്റെ ഒരു 5-8 കല്യാണം മുടങ്ങിയപ്പോ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചിട്ടുണ്ടാവും. പിന്നെ ശവത്ത് കുത്താണെന്ന് തോന്നരുത്. നിങ്ങളെ മോളെ കല്യാണം മുടങ്ങി കിടക്കല്ലേ? ഈ മോളെ കെട്ടാൻ ഞാൻ തയ്യാറാ. നിങ്ങളെ മോളെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ആ അത് ആലോചിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വന്ന അതും നിങ്ങൾ മുടക്കിക്കളയല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ബൈക്ക് വരാത്തേ. ഞാൻ നിങ്ങളെ പൊന്നു മോളെ നോക്കും. നിങ്ങളെ മോളെ നോക്കൂ ഞാൻ നോക്കും. മതിയടാ സന്തോഷായിടാ. അച്ഛന് സന്തോഷായി. ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമാണ് ഇപ്പൊ എന്റെ മോളെ കല്യാണം മുടങ്ങി നിൽക്കേണ്ട. എന്റെ മോളെ ഈ സ്വീകരിക്കാന്ന് പറഞ്ഞല്ലോ, ഞാൻ സ്വീകരിക്കും. അതിനെക്കാട്ടും വലിയൊരു സന്തോഷം എനിക്കിനില്ലടാ. ഇനി ഞാൻ കേൾക്കണം, എല്ലാരും കേൾക്കണം. ഇനി എന്റെ ഭാവി മരുവൻ തന്ന ഈ കണ്ണട ഇട്ടുങ്ങാണ്ട് ഈ നാട്ടിൽ കൂടെ ഒരു നടത്തം നടക്കാണ്ട് കള്ള പന്നി ചൂല ഇറങ്ങി പോടാ. ഈ ഗൾഫിൽ പോയി 10 ഉറുപ്പിക ഉണ്ടാക്കി കഴിച്ചിട്ട് ഇന്റെ മോളെ കല്യാണം കഴിക്കാൻ നല്ല മുഹൂർത്തം നോക്കിയിട്ട് കഴിക്കല്ലേ മോനെ. മോളെ കല്യാണം മുടിക്ക. അച്ഛാ എന്നെ അനുഗ്രഹിക്കും. പിന്നെ